എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മുരുടേശ്വരം ടെമ്പിളിലാണ്. ശിവഭഗവാനെ തൊഴാനും ഇവിടുത്തെ എല്ലാ ഭംഗി ആസ്വദിക്കാനും എല്ലാം വേണ്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരുപാട് വിശേഷങ്ങളുണ്ട്. കടൽ തീരത്തായിട്ടാണ്. എന്താ ഇഷ്ടപ്പെട്ട എവിടാ ബീച്ചൊക്കെ? പിന്നെ കുളിക്കാനോ ഇപ്പോഴോ? അമ്പലത്തിൽ ചെന്ന് നമുക്ക് കയറിയിട്ടെല്ലാം കുളിക്കാം. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ എവിടെയാ വന്നിരിക്കുന്നത്? മുരുടേശ്വരൻ ടെമ്പിളിലാണ് വന്നിരിക്കുന്നത്. എവിടെയാ എവിടെയാ? മുരുടേശ്വരൻ ടെമ്പിളിൽ. ഇവിടെ കുട്ടികൾക്കായിട്ടും മുതിർന്നവർക്കായിട്ടും ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. കുതിരയുണ്ട്, ഒട്ടകമുണ്ട്. അതിനെല്ലാം നമുക്ക് പാരഷൂട്ടിൽ റൈഡ് ചെയ്യാം. അവർ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മളെ പാരഷൂട്ടിൽ ഇവർ റൈഡ് ചെയ്യിക്കും. പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട്. ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ആണ്. തീർച്ചയായും നമ്മൾ പോയി കാണേണ്ട ഒരു സ്ഥലമാണ് മുരുടേശ്വരൻ ടെമ്പിൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പൊ നമ്മൾ മുരുടേശ്വരൻ ടെമ്പിളിൽ വന്നിരിക്കുകയാണ് അല്ലേ? ആണോ? വെയിലായിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അധികം അങ്ങനെ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആ ഗോപുരത്തിൻ്റെ മുകളിൽ ലിഫ്റ്റുണ്ട്. ലിഫ്റ്റിൽ കയറി നമുക്ക് മുകളിലെത്താവുന്നതാണ്. ഏകദേശം 22ാമത്തെ നില വരെ നമുക്ക് കയറാം. കയറി കഴിയുമ്പോൾ ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഭഗവാന്റെ ഒപ്പത്തിന് കാണാൻ പറ്റും. പക്ഷെ അവിടെ കുറേ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. ഫുള്ള് അവർ കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അത്യാവശ്യം എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ നമുക്കത് ആ കംപ്ലീറ്റ് ഒരു കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലോട്ടാണ് ദർശനം ആദ്യമായിട്ട് കയറിയത് അങ്ങോട്ട്. അപ്പം നമ്മൾ മൂകാംബികയിൽ നിന്ന് പിന്നെ നേരെ വന്നത് ഈ ശിവക്ഷേത്രത്തിലോട്ടാണ് വന്നിരിക്കുന്നത്. നല്ല തിരക്കായിരുന്നു നമ്മൾ ചെന്ന സമയത്ത്. ശ്രീബാലനും ഗണപതിയും അല്ല ചാ അപ്പൊ ഇപ്പൊ നമ്മൾ മുരുടേശ്വരം ക്ഷേത്രത്തിലാണ്. അമ്പലത്തിനകത്ത് ഭഗവാനെ കണ്ട് തൊഴുതു. ഇനിയിപ്പോ നേരെ ഭഗവാന്റെ വലിയ ശിലയുടെ അകത്ത് നമുക്ക് കയറണം. അപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് മേലോട്ട് പോകാനായിട്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര അമ്പലമാണ്. നമ്മൾ വന്ന് കാണേണ്ട ഒരു അമ്പലം തന്നെയാണ്. ശരിക്കും ഭയങ്കര ഒരു ക്ഷേത്രമാണ്. കടലിന്റെ തീരത്തായിട്ട്.
നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫ്ലോട്ടിംഗ് ജെട്ടിലാണ്. മുരുടേശ്വരത്ത് തന്നെ ആ കടലിൽ ഒരു ശരിക്കും നല്ല ഭംഗിയുണ്ട്. വലിയ തിരയില്ല, പക്ഷേ എങ്കിലും പിള്ളേർക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. രസമുണ്ട്, എൻ്റർടൈൻമെൻ്റ് ആണ്. എന്തായാലും കടലൊന്നും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട്. ശാന്തോ, ശാന്തോ, wow. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാരണം നിങ്ങളുടെ വിലയേറിയ ഒരു സബ്സ്ക്രൈബും ലൈക്കുമാണ് നമുക്ക് വേണ്ടത്. വീഡിയോ ഫുള്ളായി കാണുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അയയ്ക്കുക. ഒരുപാട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും കൂടി നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും എല്ലാം വേണം, എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഒരുപാട് സന്തോഷം. അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. ഇതൊരു ബൈ ബൈ, ടേക്ക് കെയർ.